അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പേര് ബേബി. പിന്നെ അച്ഛൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ട് രാത്രി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി അന്ന് തന്നെ എനിക്ക് 6 മണി വരെ കിടന്നുറങ്ങുന്ന ആളാണ് ഞാൻ. എങ്ങനെ എനിക്ക് നേരത്തെ എണീച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ യേശുവേ പറഞ്ഞ് രാത്രിയത്തെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി. അപ്പോൾ പുലർച്ചയ്ക്ക് ഞാൻ അറിയാതെ തന്നെ കണ്ണ് തുറന്നു. അപ്പോൾ സമയം നോക്കണു 3:36. അയ്യോ യേശുവേ ദൈവമേ, അച്ഛൻ പറഞ്ഞതിനാലാണ് ദൈവം എന്നെ എണിപ്പിച്ച് വിട്ടതെന്ന്. ഒരു ദിവസം മാത്രമേ അങ്ങനെ എണിപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാണ്. നോക്കണു ഇന്ന് വരെയും ദൈവം 3 മണി മുതൽ 5-4:30 ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എണീക്കും, പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ എഴുന്നേക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 6 മണിക്കാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ എപ്പോൾ എഴുന്നേക്കുന്ന വെച്ചാൽ 3-3:30. ഞാൻ എന്നിട്ട് അത്ഭുതപ്പെടണം. ഞാൻ അച്ഛൻ പറഞ്ഞ ഇന്ന ദിവസം മാത്രമേ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കണോ എല്ലാ ദിവസവും ഇന്നും കൂടെ ഞാൻ നേരത്തെ എണീറ്റു. വരുമായിരുന്നു. രാവിലെ 3:30 എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ട് രാത്രി പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കടത്താൻ. ദൈവം എൻ്റെ എന്താ പറയുക ആ നിരാശ മാറ്റി തന്നു. പിന്നെ ആദ്യമൊക്കെ നല്ല ക്ഷീണം ഉണ്ടാകുമായിരുന്നു ഉറക്കത്തിൻ്റെ. ദൈവമേ എനിക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് തൂങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ അത് നേരെ ഓപ്പോസിറ്റായി എനർജിയായി മാറി. അതിനും നന്ദി പറയുന്നു യേശുവേ. 3-3:30 കണ്ടുള്ള പ്രാർത്ഥന അതിശക്തമാണ്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ മക്കൾ അറ്റുപോവില്ല, നിങ്ങളുടെ ദേശം കീഴ്പ്പെടുത്തും. ആ പ്രാർത്ഥന അത്രമാത്രം ശക്തമാണ്. നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം. ഹല്ലേലൂയ.